നമസ്കാരം. നമ്മൾ വൈഷ്ണവ ഭക്തർ ഭക്തിയോടെ കാത്തിരിക്കുന്ന വൈശാഖ മാസത്തിന്റെ പുണ്യ നിറവിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഏപ്രിൽ 18 ശനിയാഴ്ച മുതൽ മെയ് 16 ശനിയാഴ്ച വരെയാണ് പുണ്യങ്ങളിൽ പുണ്യമായ വൈശാഖ മാസം. മനസ്സിൽ നിറയെ ഭഗവത് ചിന്തകളും നാമങ്ങളും അലയടിക്കുന്ന പുണ്യമാസമാണിതേട്ടോ. മാസങ്ങളിൽ ഏറ്റവും പ്രധാനി, മാധവൻ അത്രമേൽ പ്രിയമേറിയ മാസം, സാക്ഷാൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ, അതായത് നമ്മുടെ വീടുകളിൽ എത്തുന്ന അപൂർവ മാസമാണ് ഈ വൈശാഖ മാസം എന്ന് പറയുന്നത്. അങ്ങനെ അനവധി വിശേഷണങ്ങളുമായിട്ടാണ് ഈ വൈശാഖ മാസം എത്തുന്നത്. ഈ പുണ്യമാസം മുഴുവൻ വ്രതം നോറ്റ് ആഗ്രഹ സഫലീകരണത്തിനായി കാത്തിരിക്കുന്ന അനേകം വൈഷ്ണവ ഭക്തരുണ്ട്. ഈ മാസം മുഴുവൻ വ്രതം നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ട് ദിവസം ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഫലമോ ഇരട്ടിയായിരിക്കും കേട്ടോ. അത്ര മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകാൻ പോകുന്നത് ഈ വൈശാഖ മാസത്തിലൂടെ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ നിങ്ങൾ ഒന്ന് ഉറപ്പിച്ചോളൂ കേട്ടോ. നമ്മളെ കൊണ്ട്, പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വൈശാഖ മാസത്തിൽ? ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം പൂർണ്ണമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേട്ടോ. കൂടാതെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ലേട്ടോ. സ്ത്രീകൾ, പ്രത്യേകിച്ച് അമ്മമാർ, ഈ വൈശാഖ മാസ വ്രതം എടുത്താൽ നിങ്ങൾ ഈ കാലയളവിൽ മനസ്സിൽ ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാൽ മഹാവിഷ്ണു, സാക്ഷാൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നടത്തി തരുമെന്നുള്ളത് സുനിശ്ചയമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ഈ മാസം മുഴുവൻ വ്രതം നോൽക്കേണ്ടതായിട്ടുണ്ടോ എന്ന്. അതിന് ഞങ്ങൾക്ക് കഴിയുമോ? ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് കഴിയുന്നവരാണ്. കുട്ടികളൊക്കെ ഒരു മാസം മുഴുവൻ നോൺ വെജ് വീട്ടിലെടുക്കാതിരുന്നാൽ സമ്മതിക്കുമോ? അങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അമ്മമാർക്കുണ്ടാവുക. നമുക്കെല്ലാവർക്കും അറിയാം, സാഹചര്യങ്ങൾ കൊണ്ട് ഒരു മാസം പൂർണ്ണമായിട്ടും, അതായത് ഈ വൈശാഖ മാസം അത്രയും പുണ്യം നിറഞ്ഞ മാസമാണെന്ന് പറഞ്ഞു നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വ്രതം നോറ്റാലും സാക്ഷാൽ മഹാവിഷ്ണു നമ്മുടെ കൈക്കുമ്പിളിൽ, നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തരുന്നൊരു മാസമാണെന്നും പറഞ്ഞു. എങ്കിലും നമ്മൾക്ക് സാഹചര്യം കൊണ്ട് ഒരു മാസം പൂർണ്ണമായി വ്രതം നോൽക്കാൻ സാധിക്കണമെന്നില്ല അല്ലേ? എങ്കിലും ഈ ഒരു പുണ്യമാസക്കാലം നമ്മൾ സാധാരണക്കാർക്ക്, അതായത് സ്ത്രീകൾക്ക്, അമ്മമാർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന്, സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക്, ജോലിയിലെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ബിസിനസ് പുരോഗതിക്ക് വേണ്ടി, ദാരിദ്ര്യ ദുഃഖങ്ങൾ അകലാൻ വേണ്ടി, കടബാധ്യതകളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട്, കുടുംബ കലഹങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മാറാ രോഗങ്ങൾ മാറാൻ, അങ്ങനെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുഃഖ ദുരിത അനുഭവങ്ങളിൽ നിന്നും പൂർണ്ണ മോചനം ലഭിക്കാൻ ഈ വൈശാഖ മാസം പോലെ പുണ്യമായ മറ്റൊരു മാസമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ചില ചിട്ടകൾ പാലിക്കുന്നതിലൂടെ ഈ ഒരു വർഷം മുഴുവൻ ഐശ്വര്യം നിലനിർത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഈ ദിവസങ്ങൾ അത്രയും, അതായത് നമ്മൾ പറഞ്ഞു ഏപ്രിൽ 18 തീയതി മുതൽ മെയ് 16 തീയതി വരെയുള്ള വൈശാഖ മാസ പുണ്യ ദിവസങ്ങളിലുടനീളം വ്രതമെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ നമ്മൾക്ക് ഭഗവത് നാമങ്ങൾ, നമ്മളെ കൊണ്ട് ചൊല്ലാവുന്ന മന്ത്രങ്ങൾ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതൊരു ക്ഷേത്രങ്ങളിലോ പോകാവുന്നതാണ്. അതുപോലെ ക്ഷേത്ര ദർശനം പോലെ തന്നെ വൈശാഖ മാസത്തിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യമാണ് പ്രഭാത സ്നാനം, നാരായണ ജപം, പാവപ്പെട്ടവർക്ക് ദാനം എന്നിവ. ഈ മാസത്തിൽ ഉടനീളം അനുഷ്ഠിക്കുന്ന ജപത്തിനും പൂജയ്ക്കും ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കുമെല്ലാം 10 മടങ്ങ് ഫലമുണ്ടെന്നാണ് വിശ്വാസം. അതായത് സാധാരണ മറ്റേതൊരു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാട്ടിലും ഇരട്ടി ഫലമാണ് ഭഗവാൻ നമ്മൾക്ക് ഈ ഒരു വൈശാഖ മാസത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരിക എന്നൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഈ മാസം അങ്ങനെ വെറും ഒരു മാസമായിട്ട് ദയവേത് നിങ്ങൾ ആരും കരുതരുത്. ആ മാസത്തിന്റെ പുണ്യത മനസ്സിലാക്കി അത്രമേൽ ശുദ്ധിയോടുകൂടി നമ്മൾ ഈ ഒരു മാസം ആചരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുകയുണ്ടായി, പ്രഭാത സ്നാനം എന്ന് പറയുന്നത് ഈ ഒരു മാസം വളരെയധികം പുണ്യം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരുന്നതാണ്. അതായത് പ്രഭാതം പുലരുന്നത് വരെ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് 6 നാഴിക മുൻപ് വരെ ജലാശയങ്ങളിലെല്ലാം ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വീടുകളിലെ കിണറുകളിൽ പോലും ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ വൈശാഖ മാസത്തിൽ. അതിനാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു ഒറ്റ കാര്യം ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തണം. ഈ വൈശാഖ മാസത്തിലുടനീളം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും ദിവസങ്ങളിൽ
ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന്, അല്ലെങ്കിൽ നമ്മൾക്ക് എത്രയും നേരത്തെ എഴുന്നേൽക്കാൻ കഴിയുമോ അത്രയും നേരത്തെ എഴുന്നേറ്റ് ആ ഒരു വെള്ളത്തിൽ കുളിച്ച് ശുദ്ധിയായിട്ട് പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തുക കേട്ടോ. ഈ പ്രഭാത സ്നാനം എന്ന് പറയുന്നത് ഈ ഒരു മാസക്കാലം മുടങ്ങാതെ ചെയ്താൽ അത്രയും നന്മയാണ്, ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യം വന്ന് നിറയുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനം പോലെ തന്നെ പ്രാധാന്യമാണ് പ്രഭാത പൂജയും നാമജപവും. ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ ഒരു നെയ് വിളക്ക് തെളിയിച്ച് മംഗള ആരതി 3 തവണ ഒഴിഞ്ഞ ശേഷം വിഷ്ണു ഗായത്രി ജപിക്കുന്നതിലൂടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും നീങ്ങി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും ധാരാളം സമ്പത്തും വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ്. കുറഞ്ഞത് 9 തവണയെങ്കിലും വിഷ്ണു ഗായത്രി ജപിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 108 തവണ ജപിക്കുന്നതാണ് അതിശ്രേഷ്ഠം. എല്ലാ ദിവസവും രാവിലെ അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. സമയമുള്ളവർ തീർച്ചയായിട്ടും 108 തവണ വിഷ്ണു ഗായത്രി ഈ വൈശാഖ മാസത്തിലുടനീളം ഒന്ന് ജപിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം വിഷ്ണു പ്രീതികരമായ മറ്റു മന്ത്രങ്ങൾ നമുക്ക് ഭക്തിയോടെ ജപിക്കാവുന്നതാണ്. ഭഗവാന്റെ ഏതൊക്കെ നാമങ്ങളും മന്ത്രങ്ങളും അറിയാമോ അതൊക്കെ ഈ വൈശാഖ മാസത്തിലുടനീളം നമ്മൾക്ക് എപ്പോഴൊക്കെ കഴിയുമോ അപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ വിഷ്ണു ഗായത്രി ജപിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ കേട്ടോ. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിട്ട് ഇരുന്നിട്ട് വേണം ജപിക്കാനായിട്ട്. അതുപോലെ തന്നെ മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ജപിച്ചിട്ട് വേണം നമ്മൾ വിഷ്ണു ഗായത്രി ജപിക്കാനായിട്ട്. അതുപോലെ ഒരിക്കലും രാത്രിയിൽ വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല കേട്ടോ. ഇതെല്ലാം ഈ ഒരു വൈശാഖ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ മൂലമന്ത്രങ്ങളായ അഷ്ടാക്ഷരി മന്ത്രം, അതായത് ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ 108 തവണ ജപിക്കുന്നതും അതിശ്രേഷ്ഠമാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നത് അഭീഷ്ടസിദ്ധി നൽകുന്നതാണ്. നമ്മൾ ഇനി സാഹചര്യം കൊണ്ട് എല്ലാവർക്കും ദിവസവും ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചിട്ടയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിൽ വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് കഴിയുന്ന ദിവസങ്ങളിൽ മുടക്കം വരാതെ ഈ നാമങ്ങളൊക്കെ ചൊല്ലാൻ ശ്രമിക്കുക. ഇനി ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രവിക്കുന്നതും അത്യുത്തമമാണ്. അതായത് നമുക്ക് കേൾക്കാൻ സാധിച്ചാലും അത്യുത്തമമാണ്. തിരക്കിനിടയിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് കഴിയാത്തവർ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി എന്ന ശ്രീരാമ മന്ത്രം 3 തവണ ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമം ജപിച്ച പുണ്യം ഏതൊരു സാധാരണക്കാരനും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉള്ളവർ ഈ ശ്രീരാമ മന്ത്രം നമ്മളൊന്ന് ചൊല്ലിയാൽ മതിയാവും 3 തവണ കേട്ടോ. ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വ്രതശുദ്ധിയും ഭക്തിയോടെയും അനുഷ്ഠിച്ചാൽ, ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ, അതായത് ഈ ദിവസങ്ങളൊക്കെ നോച്ചാൽ, വ്രതം നോച്ചാൽ ദുഃഖശാന്തി, ഐശ്വര്യം, സമ്പത്ത് എന്നിവ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി, അക്ഷയ തൃതീയ എന്നീ 3 ദിനങ്ങളിൽ വ്രതമെടുക്കുന്നവർക്ക് ഈ മുഴുവൻ മാസവും വ്രതമെടുത്തതിൻ്റെ തത്തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ വൈഷ്ണവ ക്ഷേത്ര ദർശനം മഹാഭാഗ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്ര ദർശനം അതിപുണ്യമാണ് കേട്ടോ. ഈ ദിവസങ്ങളിൽ ഒരിക്കലെങ്കിലും നമ്മൾക്ക് ആ തിരുനടയിൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്ന് ഭഗവാനെ ഒന്ന് കാണാൻ സാധിച്ചാൽ അതിൽ പരമൊരു പുണ്യം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച് ഗുരുവായൂരപ്പനോടൊന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കൈ നിറയെ അനുഗ്രഹങ്ങളും മനസ്സ് നിറയെ സന്തോഷങ്ങളും തരുന്ന അപൂർവ മാസമാണ് വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ദിവസമെങ്കിലും ഈ വൈശാഖ മാസത്തിൽ നമ്മൾക്കൊന്ന് പോകാൻ കഴിഞ്ഞാൽ അത്രയും അനുഗ്രഹമാണ്. അതിന് നിങ്ങളൊന്ന് ശ്രമിക്കണം കേട്ടോ. നമുക്ക് ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളെ തരണം ചെയ്യാൻ ഈ പറയുന്ന ഒരൊറ്റ മന്ത്രം നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ കേട്ടോ. ഈ വൈശാഖ മാസത്തിൽ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതുപോലെ ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ക്ലിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ നമ എന്ന് 108 തവണ നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തി ലഭിച്ച ആരോഗ്യം പൂർണ്ണമായും നേടാനായിട്ട് വൈശാഖ മാസത്തിൽ ചൊല്ലാവുന്ന ഭഗവാന്റെ ഒരു അപൂർവ മന്ത്രമുണ്ട്. അത് ധന്വന്തരി ഭാവത്തിൽ ഭജിക്കുകയും നാമത്രയും ജപിക്കുകയും ചെയ്യുക എന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ
ത്രൈലോക്യനാഥായ ഭഗവതേ നമ. നാമത്രയം തൃക്ഷരി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ദിവസവും 12 തവണ ജപിക്കുന്നതിലൂടെ ആദ്യ വ്യാധികളെല്ലാം പൂർണ്ണമായും അകലും. നാമത്രയം ഇതാണ്: അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് 100 ദശകങ്ങളിലായി ഭഗവാനെ സമർപ്പിച്ച നാരായണീയം വൈശാഖ മാസത്തിലുടനീളം പാരായണം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യമാണ്. രോഗമുക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നാരായണീയത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. നാരായണീയം പ്രാർത്ഥനാ ശ്ലോകങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ദശകം 8, ദശകം 13 എന്നിവ. ഇതെല്ലാം ഈ വൈശാഖ മാസത്തിൽ ഒന്ന് ചൊല്ലാൻ ശ്രമിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. ഈ മാസം മുഴുവൻ ഭഗവാൻ വൈകുണ്ഠം വിട്ട് ലക്ഷ്മി സമേതനായി ഭൂമിയിൽ നമ്മുടെ ഭവനങ്ങളിൽ സന്ദർശിക്കാൻ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. നമ്മൾ പറഞ്ഞു, നാമജപം, ഹോമം, പുരാണ പാരായണം, സജ്ജന സംസർഗം എന്നിവയെല്ലാം വൈശാഖ മാസകാലത്ത് അത്യന്തം പുണ്യപ്രദങ്ങളാണ്. ഈ സുദിനങ്ങളിൽ അതിഥിയെ ഭഗവാനായി സങ്കല്പിച്ച് സ്വീകരിക്കണമെന്നാണ് സങ്കല്പം. അതായത് ശ്രീ മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഓരോ ഭക്തനെയും നേരിൽ കാണാൻ വേഷപ്രച്ഛന്നനായി സമീപിക്കുന്നതും ഈ പുണ്യമാസത്തിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുന്ന അതിഥിയെ ഭഗവാനായി സങ്കല്പിച്ച് അതിഥി ദേവോ ഭവ എന്ന സങ്കല്പത്തോടെ സ്വീകരിച്ചിരുത്തണമെന്ന് പുരാണങ്ങൾ പറയുന്നു കേട്ടോ. മാത്രമല്ല, അതിഥിക്ക് ഭക്ഷണം, വസ്ത്രം, ധനം തുടങ്ങിയവ നൽകി വേണം യാത്രയാക്കാനെന്നും പുരാണങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ നരസിംഹാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം എന്നീ 3 അവതാരങ്ങൾ നടന്നത് വൈശാഖത്തിലാണെന്നതും ഈ മാസത്തിന്റെ മഹാത്മ്യം എടുത്തു കാട്ടുന്നു കേട്ടോ. അതിൽ പരശുരാമാവതാരവും ബലരാമാവതാരവും അക്ഷയ തൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത്. അങ്ങനെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഈ വൈശാഖ മാസത്തിന്റെ പുണ്യത പൂർണ്ണമായും ലഭിക്കാൻ ഈ ഒരു മാസത്തിലുടനീളം കഴിയുന്നത്ര ദിവസങ്ങളിൽ വ്രതം നോൽക്കാനും സദാ ഈശ്വരനാമം നാവിലും മനസ്സിലും നിറയ്ക്കാനും സാക്ഷാൽ മഹാവിഷ്ണു, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.